ഹലോ ഫ്രണ്ട്സ്, ഷിരഡിയിലുള്ളത് ഷിരഡി സായിബാബ മന്ദിർ. ഷിരഡി സായിബാബ മന്ദിർ കാണാൻ വന്നേ ഇന്ന്. അങ്ങനെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷിരഡി സായിബാബ മന്ദിർ കാണിച്ചു തരാം. പിന്നെ ഷിരഡി ടൗണിലെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളും കാണിച്ചു തരാം. അപ്പം വീഡിയോ കണ്ടിരിക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻജോയ്. സായിബാബ മന്ദിറിൻ്റെ പുറത്തുനിന്നുള്ള കാഴ്ചകൾ മാത്രമേ നമുക്ക് വീഡിയോയിലുള്ളൂ. കാരണം ഉള്ളിൽ ക്യാമറ ബിലോങ്ങിങ്സ് അങ്ങനെ ഒരു കാര്യങ്ങളും, ഫോൺ, പേഴ്സണൽ ബിലോങ്ങിങ്സ് അങ്ങനെ ഒരു കാര്യങ്ങളും അലൗ ചെയ്യുന്നില്ല. നമ്മളെ എല്ലാ സാധനങ്ങളും ലോക്കറിൽ ഇവിടെ വെക്കണം. ഷൂസ് ആയാലും നമ്മളെ ഹാൻഡ് ബാഗ് ആയാലും ഇലക്ട്രോണിക്സ്, ക്യാമറാസ്. വീഡിയോഗ്രാഫി സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ്, ഫോട്ടോഗ്രാഫി സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ്. അപ്പോൾ ഇത് നമ്മളിവിടെയാണ് നമ്മൾ മൊബൈൽ ആൻഡ് ക്യാമറാസ് എല്ലാം വെക്കേണ്ടത്. മൂന്ന് മൊബൈൽ വെച്ച്, ഒരു ക്യാമറ വെച്ച്, അതുപോലെ 4 പേർ ചപ്പൽ വെച്ച് എല്ലാം കൂടെ 70 രൂപ. ഇത്ര മണിക്കൂറിനൊന്നുമില്ല. മിനിമം നമുക്ക് ദർശനം കിട്ടി തിരിച്ചു വരാൻ അന്ന് ഞായറാഴ്ച വേണ്ട ഏകദേശം ഒരു 4 മണിക്കൂർ എടുത്ത് ദർശനം കിട്ടി തിരിച്ചു വരാൻ. അപ്പോൾ നമുക്ക് ദർശനത്തിന് വേണ്ടി ജനറൽ ക്യൂവിൽ നിൽക്കാം. അതല്ലെങ്കിൽ പെയ്ഡ് കൗണ്ടർ ഉണ്ട്. പെയ്ഡ് ദർശനം വേണമെങ്കിൽ 200 രൂപ കൊടുത്തു കഴിഞ്ഞാൽ പെയ്ഡ് ദർശനം കിട്ടും. അപ്പോൾ രണ്ടും സമയം കുറച്ച് മാറ്റമുണ്ട്. പെയ്ഡ് ദർശനമാകുമ്പം കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്ക് കയറി ചെല്ലാം. ജനറൽ ക്യൂവിൽ നിന്ന് ദർശൻ നമ്മൾ നിൽക്കുന്ന അന്നത്തെ തിരക്ക് പോലെ ഇരിക്കും. ശനി ഞായർ ദിവസങ്ങളിൽ അത്യാവശ്യം തിരക്കുണ്ടാവും. ബാക്കി ദിവസങ്ങളിൽ തിങ്കൾ മുതൽ വെള്ളി വരെ തിരക്ക് പൊതുവേ കുറവായിരിക്കും. പിന്നെ ലീവ്, വെക്കേഷൻ, സ്കൂൾ വെക്കേഷൻ അങ്ങനെയുള്ള ദിവസങ്ങളിൽ, പബ്ലിക് ഹോളിഡേയ്സ് അങ്ങനെയുള്ള ദിവസങ്ങളിൽ നല്ല തിരക്കുണ്ടാവും. നമുക്കിവിടുന്ന് നമ്മൾ ബിലോങ്ങിങ്സ് ക്യാമറയെല്ലാം വെച്ച് ഒരു സ്ലിപ്പ് തരുക. സ്ലിപ്പ് എടുത്തു കഴിഞ്ഞാൽ നേരെ നമുക്ക് ജനറൽ ക്യൂവിലേക്കുള്ള സ്ഥലത്തേക്ക് പോവാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് പുറത്തുനിന്നില്ല ഈ പോകുന്ന വീഡിയോസ് മാത്രമേ നമ്മളെടുത്തില്ല. സായിബാബ മന്ദിറുണ്ട്. അപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ജനറൽ ക്യൂവിലേക്കുള്ള ജനറൽ ദർശൻ. നേരെ പോയിട്ട് ഗേറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ അത് നമ്മൾ ജനറൽ ദർശനമായി. അത് കഴിഞ്ഞ് ദർശനമെല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് ഡൈനിങ് ഹാളിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാം. ഫ്രീ ആയിട്ട് ഭക്ഷണം കിട്ടും. അതിന് ഉള്ളിൽ നിന്നൊരു കൂപ്പൺ കിട്ടും. നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ആ കൂപ്പൺ എടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ഭക്ഷണം കിട്ടും. അതല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന ഗസ്റ്റ് ഹൗസ് തന്നെ ഭക്ഷണം കിട്ടും, ഫ്രീ ആയിട്ട് കിട്ടും. രാവിലെ 10:30 മുതൽ വൈകുന്നേരം 9:30-10 മണി വരെ ഗസ്റ്റ് ഹൗസിൽ ഫ്രീ ആയിട്ട് ഭക്ഷണം കിട്ടും. അപ്പോൾ കിട്ടുന്ന ഭക്ഷണം എന്ന് പറയുമ്പോൾ ചോറ്, റോട്ടി, 2 കറികൾ, സബ്ജി, ഒരു സ്വീറ്റ്, അതാണ് ഉച്ചക്ക് കിട്ടുക. അതേപോലെ തന്നെ നമുക്ക് വൈകുന്നേരം ഇത് തന്നെ ചോറ്, റോട്ടി, 2 കറി, ഇതൊക്കെയാണ് ഉച്ചക്ക് വൈകുന്നേരം കിട്ടുക. അപ്പോൾ ഒരേ ഭക്ഷണം തന്നെ അവർ സെർവ് ചെയ്യുന്നത്. നമുക്ക് ഇത് കഴിച്ചിട്ട് റൂം ഗസ്റ്റ് ഹൗസിൽ എടുക്കുകയാണെങ്കിൽ 24 hours ചെക്ക് ഇൻ ചെക്ക് ഔട്ട് ടൈമാണ്. നോൺ AC റൂം 250 rupees, AC റൂം 600 rupees. ഫസ്റ്റ് പ്രിഫറൻസ് ഗസ്റ്റ് ഹൗസ് പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്യുക. 2-3 ഗസ്റ്റ് ഹൗസ് ഉണ്ട്, ഒന്നല്ല. എൻ്റെ അറിവിൽ 3 ഗസ്റ്റ് ഹൗസ് ഉണ്ട് എൻ്റെ അറിവിൽ. ഇനി കൂടുതലുണ്ടോയെന്ന് എനിക്കറിയില്ല. എൻ്റെ അറിവിൽ 3 ഗസ്റ്റ് ഹൗസാണ് ഉള്ളത്. അപ്പോൾ ഗസ്റ്റ് ഹൗസിലൊന്ന് പോയി ചെക്ക് ചെയ്യുക റൂംസ് ഉണ്ടോ. റൂംസ് ഉണ്ടെങ്കിൽ ഗസ്റ്റ് ഹൗസാണ് നല്ലത്. നമ്മൾ എപ്പോഴും പോകുമ്പം നമ്മൾ ഒരു ഐഡൻറ്റിറ്റി കാർഡ് കയ്യിൽ വെക്കണം. ആധാർ കാർഡോ ഡ്രൈവിംഗ് ലൈസൻസോ അങ്ങനെ ഒരു ഗവൺമെൻറ് അപ്രൂവ്ഡ് ഐഡൻറ്റി കാർഡ് കയ്യിൽ വെക്കുന്നത് നല്ലതാണ്. കാരണം ഗസ്റ്റ് ഹൗസിൽ എല്ലാവർക്കും ഐഡൻറ്റി കാർഡ് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ കോപ്പി എടുത്ത് കൊടുക്കണം. ഗസ്റ്റ് ഹൗസിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഗസ്റ്റ് ഹൗസിൽ നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം കിട്ടും. ചായ, കാപ്പി, പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ്, അങ്ങനെയുള്ള ലൈറ്റ് സ്നാക്സ്, ടീ, കോഫി,
പിന്നെ നമുക്ക് പ്രസാദം ഗസ്റ്റ് ഹൗസിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അതുപോലെ സായിബാബ ഫോട്ടോ ഫ്രെയിംസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഗസ്റ്റ് ഹൗസിൽ തന്നെ, അതിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയ ചെറിയ ഔട്ട്ലെറ്റ്സ് ഉണ്ട്, അവിടെ നിന്നൊക്കെ മേടിക്കാം. അപ്പോൾ ഫസ്റ്റ് പ്രിഫറൻസ് ഗസ്റ്റ് ഹൗസിന് കൊടുക്കുക. ഗസ്റ്റ് ഹൗസിന് റൂമും നല്ലതാണ്, റേറ്റും ഞാൻ പറഞ്ഞല്ലോ. AC റൂമിന് 600 റുപ്പീസ്, അതിൽ നോൺ AC 250. AC റൂമാണ് ഞാൻ എടുത്തത്, കാരണം AC റൂമേ ഉണ്ടായിരുന്നില്ല അന്ന് നമ്മൾ തലേദിവസം രാത്രി എത്തുമ്പം. അപ്പം നല്ല റൂമായിരുന്നു. 24 hours ചെക്ക് ഇൻ ചെക്കൗട്ട് ടൈം. 10 മണി രാവിലെ എടുത്താൽ പിറ്റേ ദിവസം 10 മണിക്ക് രാവിലെ ചെക്കൗട്ട് ചെയ്താൽ മതി. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാ സൗകര്യങ്ങളും ഗസ്റ്റ് ഹൗസിലുണ്ട്. അമ്പലത്തിൻ്റെ ട്രസ്റ്റിൻ്റെ ഗസ്റ്റ് ഹൗസാണിത്. ഷിർഡി മന്ദിറിൻ്റെ ട്രസ്റ്റിൻ്റെ ഗസ്റ്റ് ഹൗസ്. നല്ല സെറ്റപ്പാണ്. ABCDEFGHIJKLMN അങ്ങനെ ഒരുപാട് ബ്ലോക്ക് ഉണ്ട്. നല്ലൊരു കമ്മ്യൂണിറ്റി പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. അതുപോലെ ഇരിക്കാനെല്ലാം കണ്ടോ, സൈഡിൽ സ്ഥലം, മരങ്ങളും ചുറ്റും. കുട്ടികൾക്ക് കളിക്കേണ്ട പ്ലേ ഏരിയ. 2 ബിൽഡിങ്ങിൻ്റെ നടുവിലെ പാസേജാണ്. കുട്ടികൾക്ക് കളിക്കേണ്ട പ്ലേ ഏരിയ. അങ്ങനെ ഗസ്റ്റ് ഹൗസിൽ നോൺ AC റൂം 250 റുപ്പീസ്, AC റൂം 600 റുപ്പീസ്. 24 hours ടൈമാണ് ചെക്ക് ഇൻ ചെക്ക് ഔട്ട്.
24 hours. കണ്ടോ, കുട്ടികൾക്കെല്ലാം കളിക്കേണ്ട പ്ലേ ഏരിയ ഉണ്ട്. വലിയക്കില്ല ജിം എക്സസൈസിൻ്റെ ചെറിയ എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. ഗാർഡനിലെല്ലാം ഇല്ല പോലത്തെ കണ്ടോ, വലിയക്ക് കളിക്കേണ്ട ജിം എക്യുപ്മെൻറ്റ്സ്. അപ്പോൾ ഇതൊക്കെയാണ് സായിബാബ ട്രസ്റ്റ് മന്ദിറിൻ്റെ ഗസ്റ്റ് ഹൗസ്. അതുപോലെയൊക്കെ നല്ല കുടിക്കുന്ന വെള്ളമുണ്ട്, എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. ഇത് കുടിക്കുന്ന വെള്ളത്തിൻ്റെ ഡിസ്പെൻസർ ഇത് ഈ കാണുന്ന ഡിസ്പെൻസർ വെള്ളത്തിൻ്റെ. അപ്പോൾ ഇതാണ് സായി മന്ദിർ ഗസ്റ്റ് ഹൗസ്. ബ്ലോക്ക് കുറേ ഉണ്ട്. ഇത് റൈറ്റിൽ കാണുന്ന എ ബ്ലോക്ക്, ലെഫ്റ്റിൽ കാണുന്ന ജി ബ്ലോക്ക്. കുറേ ആൾ ചെക്കൗട്ട് ചെയ്ത് പോകുന്നുണ്ട്, കുറേ ആൾ ചെക്ക് ഇൻ ചെയ്യാൻ വരുന്നുണ്ട്. ഈ ഗസ്റ്റ് ഹൗസ് സായിബാബ മന്ദിറിന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ വിട്ടിട്ടാണ്, 1 കിലോമീറ്റർ എന്ന് പറയാം. ഗസ്റ്റ് ഹൗസിൻ്റെ അടുത്ത് വരുന്ന ഗേറ്റ് നമ്പർ 4. ഗേറ്റ് നമ്പർ 4 അടുത്ത് വരുന്നത്. ഓ, ചായ കാപ്പിക്കെല്ലാം നല്ല ലൈനാ. ഗസ്റ്റ് ഹൗസിൻ്റെ ഉള്ളിൽ തന്നെ ചായയുണ്ട്, കാപ്പിയുണ്ട്, അതുപോലെ സ്റ്റോറുണ്ട്, നോവൽറ്റി സ്റ്റോറുണ്ട്, കൂൾ ഡ്രിങ്ക്സ്. ഇതെല്ലാം ഗസ്റ്റ് ഹൗസ്. ചായ കുടിക്കണ്ടേ അത്? ഇതെന്താ ഇവിടെ നോക്കിയാ? ഫുഡ് പ്രസ് എന്നാ കിട്ടുക? പ്രൈസ് 5 rupees. എന്നാ ലഡു അല്ല? ചോദിച്ചോക്ക്. ഫുഡ് പ്രസാദ് പാക്കറ്റ് 5 rupees. Each food prasad packet 5 rupees. 7 AM to 10 AM only. Timing. ക്യൂ ഉണ്ട്. ഫുഡ് പാക്കറ്റ് എന്താ ഫുഡ് എന്നറിയില്ല, ക്യൂ ഉണ്ട്. നോക്കാം. അപ്പോൾ ഇതാണൊരു ഗസ്റ്റ് ഹൗസ്. ഇതാണ് ഗസ്റ്റ് ഹൗസ്, ബ്ലോക്ക് സി. അങ്ങനെ കുറേ ഉണ്ട്, ABCDEFGHKLM ഒരുപാട് ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ ഇത് ഗസ്റ്റ് ഹൗസ് ബ്ലോക്ക് സി, 3 ഫ്ലോറാണ്, ലിഫ്റ്റും ഉണ്ട്. ഓക്കെ.
ചായൻ്റെ ക്യാൻറ്റീനാണ്. ചായക്ക് 2 റുപ്യ, കോഫി 3 റുപ്യ, മിൽക്ക് 3 റുപ്യ, 1 ലിറ്റർ മിനറൽ വാട്ടർ 10 റുപ്യ, 2 ലിറ്റർ മിനറൽ വാട്ടർ 20 റുപ്യ. അപ്പോൾ ഇത് ഗസ്റ്റ് ഹൗസാണ്, സായി മന്ദിറിൻ്റെ ഗസ്റ്റ് ഹൗസ്. രാത്രിയെല്ലാം തുറന്നിട്ടുണ്ട് ക്യാൻറ്റീൻ. ശ്രീ സായിബാബ സനാതൻ ട്രസ്റ്റിൻ്റെ, ഷിരഡിയിലുള്ള ട്രസ്റ്റിൻ്റെ ഗസ്റ്റ് ഹൗസാണിത്. അപ്പോൾ ഇവിടെ തന്നെ ഈ ഫ്രീ മീല് കൊടുക്കുന്നുണ്ട്. രാവിലെ 10:30 തൊട്ടിട്ട് രാത്രി 9:30 വരെ ഫ്രീ ഭോജൻ. അപ്പോൾ ഇതാണ് അതിൻ്റെ മെയിൻ ഓഫീസ്. കാർ പാർക്കിംഗ് ഏരിയ. നേരെ പുറത്തിറങ്ങി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഭക്ഷണമെല്ലാം കിട്ടും. റൂം വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് നേരെ ഓഫീസിൽ, ഇതാ ആ കാണുന്ന ഓഫീസിൽ അന്വേഷിച്ചാൽ മതി. ഓഫീസിന് തൊട്ടിട്ടുള്ള ബിൽഡിങ്ങിൽ തന്നെ മുകളിൽ ഫ്രീ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. റൈസ്, റോട്ടി ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. രാവിലെ 10:30 തൊട്ട് രാത്രി 9:30 വരെ. അപ്പോൾ നമ്മളിപ്പോൾ പുറത്തിറങ്ങുകയാണ് ഇവിടുന്ന്. രാവിലെ 7:30 മണിയായി. അമ്പലത്തിലൊന്ന് ദർശനത്തിന് പോകണം. ഞായറാഴ്ച എങ്ങനെയാ തിരക്ക് അറിയില്ല, പോയി നോക്കിയാലേ അറിയൂ. ഇതെല്ലാം റെസിഡൻസ് ഗസ്റ്റ് ഹൗസാണ് ഇതെല്ലാം, ഈ കാണുന്നതെല്ലാം. പുറത്തുണ്ട് കുറേ ഹോട്ടൽ. സുഖ് സാഗർ, ശിവ് സാഗർ, ഷേറെ പഞ്ചാബ്, ഉടുപ്പി വെജ്. ബസ് അങ്ങോട്ട് പോകുന്നെന്ന് തോന്നുന്നു. അങ്ങോട്ട് മന്ദിറിലേക്കാന്ന് തോന്നുന്നു. ചോദിക്കണ്ടേ, ബസ് മന്ദിറിലേക്കാന്ന് തോന്നുന്നു. ഗസ്റ്റ് ഹൗസാണിത്. ഈ ഗസ്റ്റ് ഹൗസിൽ തന്നെ ഭോജനാലയമുണ്ട്. ഫ്രീ ഭക്ഷണം കിട്ടും ഇവിടെ. അപ്പം ദർശനം കഴിഞ്ഞിട്ട് ഒരു കൂപ്പൺ മേടിക്കുക അവിടുന്ന്. ഫ്രീ ആണ്, കൂപ്പൺ മേടിച്ചാൽ മതി. നമ്മൾ ദർശനം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ കിട്ടും. അത് കാണിച്ചാൽ ഭക്ഷണം കിട്ടും ഫ്രീ ആയിട്ട്. ഇവിടെ ശ്രീ സായിബാബ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഷിർഡി റൈറ്റിൽ.
ഷിരടി സായിബാബ മന്ദിറിൽ വന്നതാണ്. മന്ദിർ കണ്ടു, അവിടുത്തെ ദർശനമെല്ലാം കഴിഞ്ഞു. രാവിലെ ദർശനം കഴിഞ്ഞ് കുറച്ച് തിരക്കുണ്ടായിരുന്നെന്ന്. ഞായറാഴ്ച കൊണ്ട് കുറച്ചല്ല, നല്ല തിരക്കുണ്ടായിരുന്നു. ഒരു 3 മണിക്കൂറോളം ക്യൂ നിന്നിട്ടാണ് ദർശനം കിട്ടിയത്. അത് കഴിഞ്ഞ് റൂമിൽ വന്ന് കിടന്നു. ഇനിയിപ്പോൾ വൈകുന്നേരമായി. നമ്മൾ മെല്ലനെ ഇവിടുന്ന് മുംബൈയിലേക്ക് പോവുക ബസ്സിന്. ഏതാ ബസ്? MSRTCൻ്റെ മഹാരാഷ്ട്ര ട്രാൻസ്പോർട്ടിൻ്റെ ബസ് ഏതാണെന്നെല്ലാം ബസ് സ്റ്റോപ്പിൽ പോയി നോക്കണം. ഓക്കെ, അപ്പം നല്ലൊരു ദിവസമായിരുന്നു ഇന്ന്. എല്ലാവർക്കും ഹാവ് എ ഗുഡ് ഡേ ഫ്രോം ഈറ്റ് ആൻഡ് സീ.